നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബാലരാമപുരം കോട്ടൂക്കാൽ കോണത്ത് 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത നീങ്ങിയില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കഴിഞ്ഞുപോയതെന്നാണ് പുറത്തുവരുന്ന വിവരം. അടുത്തകാലത്തായി ഈ വീട്ടിൽ പല ദുരൂഹ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തിനുള്ളിലേക്കാണ് അന്വേഷണം. കുടുംബം കൂട്ടാത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നോ എന്നാണ് ഉയരുന്ന ചോദ്യം. അത്തരം സാഹചര്യമായിരുന്നു വീട്ടിൽ നിലനിന്നത്. വീട്ടുകാരുടേത് പരസ്പര ബന്ധമില്ലാത്ത മൊഴിയെന്നും പോലീസ് ആവർത്തിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഇതേ വീട്ടുകാർ 30 ലക്ഷം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ അന്നും സമാനമായ നിലയിൽ പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല. ഇത് വ്യാജ പരാതിയാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. 2 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കൊലപാതകമെന്ന് ഉറപ്പിച്ച് പോലീസ് 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കളെയും അമ്മയെയും സഹോദരനെയുമാണ് ചോദ്യം ചെയ്തത്. ബാലരാമപുരത്ത് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് 2 വയസ്സുകാരി ദേവേന്ദു. ശ്രീതുവിന്റെ അച്ഛൻ 16 ദിവസം മുമ്പാണ് മരിച്ചത്, അതായത് കുട്ടിയുടെ മുത്തച്ഛൻ. ഇതിനുശേഷമാണ് വീട്ടുകാർ 30 ലക്ഷം രൂപ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ശ്രീജിത്തും ശ്രീതുവിന്റെ സഹോദരനും അടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടെന്നാണ് വിവരം. ബാലരാമപുരത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് സംഭവം നടന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കുടുംബമാണിതെന്ന് നാട്ടുകാർ പറയുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ 2 വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇവർ ഞരമ്പ് മുറിക്കുകയും കിണറ്റിൽ ചാടുകയും ചെയ്തുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പുലർച്ചെ ഇവരുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായിരുന്നു. ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായത്. തന്റെ സഹോദരന്റെ മുറിയിലാണ് കുഞ്ഞുണ്ടായിരുന്നതെന്നും പുലർച്ചെ 5:30 താൻ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ, അമ്മയുടെ സഹോദരൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം കൃത്യമായി പറയാൻ കഴിയൂ. എന്നാൽ കൊലപാതകം തന്നെയാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിനടുത്ത് നിന്ന് കുരുക്കിട്ട കയർ കണ്ടെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുടുംബം കൂട്ടാത്മഹത്യയ്ക്ക് പദ്ധതി ഇട്ടിരുന്നു എന്നതടക്കമുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ന് രാവിലെ 7:00 തിരുവനന്തപുരം കോട്ടുകാൽ സ്വദേശികളായ ശ്രീജിത്ത് ദമ്പതികളുടെ മകളെ 2 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാരും പറഞ്ഞിരുന്നു.